നമസ്കാരം. എല്ലാവർക്കും നമസ്കാരമുണ്ട്. അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ആദിത്യ എം തിയറി ആസ്ട്രോളജി എന്ന് പറയുന്ന ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യേണ്ട മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ 2-3 ദിവസം കൊണ്ട് നമുക്കൊരു ന്യൂസ് പോയിക്കൊണ്ടിരിക്കുകയാണ്. നന്ദഗോവിന്ദം ഭജൻസിനെ പറ്റിയിട്ടുള്ളൊരു ന്യൂസ്. അവർ ഒരു ക്രിസ്ത്യൻ ഗാനം പാടി എന്ന് പറഞ്ഞ പേരിൽ ഒരു ന്യൂസ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലൊരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു വിഷയമാണ് ഞാൻ ഇതിൽ പറയുന്നത്. ആരെ ഇൻഫ്ലുവൻസോ അങ്ങനെ ഒന്നും ഇതിലില്ല. എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഞാനെന്ന് പറയുമ്പോൾ എം തിയറി ആസ്ട്രോളജി പഠിച്ച ഒരാളാണ്. അപ്പോൾ മിത്രാത്മജൻ സാറിൻ്റെ കീഴിൽ എം തിയറി ആസ്ട്രോളജി പഠിച്ചിട്ട് അതിപ്പോൾ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചുകൊണ്ടും ഇരിക്കുന്നുണ്ട്. പല പല ബുക്സ് ഒക്കെ ഞാൻ റെഫർ ചെയ്ത് പഠിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ ആത്മീയതയോട് ഇപ്പോൾ ഭയങ്കര ഒരു താല്പര്യമുള്ള ഒരു സ്ത്രീയാണ് ഞാൻ. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ എനിക്ക് ചെയ്യണമെന്ന് തോന്നിയത്. ഇപ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ ആത്മീയത എന്ന് പറഞ്ഞാൽ എന്താണ്, ഏതാണ് എന്നൊന്നും അറിഞ്ഞുകൂടാത്ത ഒരു ആളായിരുന്നു ഞാൻ. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ എന്നെ ജോയിൻ ചെയ്തിപ്പിച്ച് വിട്ടത് തന്നെ എൻ്റെ ഹസ്ബൻഡാണ്. അതും അയാളുടെ എനിക്ക് ഒട്ടും താല്പര്യം ഇല്ലാതിരുന്നിട്ട് പോലും എന്നെ കൊണ്ട് ജോയിൻ ചെയ്തിപ്പിച്ച് വിട്ടതാണ്. എനിക്ക് ഒട്ടും താല്പര്യമില്ല ആസ്ട്രോളജി പഠിക്കുക അല്ലെങ്കിൽ അതിൻ്റെ പുറകെ പോവുക എന്ന് പറയുന്നതിനോട് ഒട്ടും താല്പര്യമില്ല. ഒരു ദൈവവിശ്വാസിയായിരുന്നു ഞാൻ, അത്രേ ഉള്ളൂ. അപ്പോൾ അതിൽ എന്നെ ഒരു ക്ലാസ്സിൽ ചേർത്തിട്ട് അതിൽ പഠിപ്പിച്ചു. അതിൽ നിന്ന് പഠിച്ചു ഞാൻ എടുത്തു. ഇത്രത്തോളം ലെവലിലായി. ഇപ്പം ഞാൻ യൂട്യൂബ് വീഡിയോസ് ചെയ്യുന്നുണ്ട്, ലൈവ് ആസ്ട്രോളജി ചെയ്യുന്നുണ്ട്, കൺസൾട്ടേഷൻ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഇതുകൊണ്ടായിരിക്കണം ഈ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേനും എനിക്കിങ്ങനെ ചെയ്യണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. പക്ഷേ ഈ ആസ്ട്രോളജി ക്ലാസ്സിൽ ചേർന്നതിന് ശേഷം ഞാൻ മാറിപ്പോയി. ഓക്കെ, എനിക്ക് ആ ഒരു 10 പേർക്കെങ്കിലും എന്നെ കൊണ്ട് എന്തെങ്കിലും ഒരു സഹായം ചെയ്യാൻ പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ അവരുടെ പ്രോബ്ലംസ് പറയുമ്പോഴത്തേനും ആ ചേച്ചി ചേട്ടാ ഇങ്ങനെ ചെയ്യുക, ഈ രീതിയിലൂടെ ചെയ്യുമ്പോഴത്തേനും ലൈഫിൽ മാറ്റങ്ങൾ വരും എന്നൊക്കെ ഒരുപാട് പേര് എന്നെ വിളിച്ച് പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പേർക്ക് ഞാൻ കൺസൾട്ടേഷൻ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ബേസിസിൽ ഒരുപാട് പേര് എന്നെ വിളിച്ചിട്ടുണ്ട്. മാഡത്തിന്റെ കൺസൾട്ടേഷൻ എടുത്തിട്ട് ഇങ്ങനെ മാറ്റങ്ങൾ ലൈഫിൽ ഉണ്ടായെന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട്. അതൊക്കെ കേൾക്കുമ്പോഴത്തേനും വളരെ സന്തോഷം തോന്നുന്നു. കാരണം എന്നെ കൊണ്ട് അത്രയെങ്കിലും ചെയ്യാൻ പറ്റിയല്ലോ എന്നുള്ളൊരു സന്തോഷം എനിക്ക് തോന്നുന്നു. നമ്മൾ ബാക്കിയുള്ളവർക്ക് ഉപദ്രവം ചെയ്യാതെ എന്തെങ്കിലും രീതിയിലുള്ള ഉപകാരം ചെയ്യുന്നതാണ് ഏറ്റവും നല്ല കാര്യം. ഓക്കെ, വീട്ടിനകത്ത് ഇരുന്നുകൊണ്ട് ബാക്കിയുള്ളവരെ വേദനിപ്പിക്കുക, ബാക്കിയുള്ളവരെ വിഷമിപ്പിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതെ നമ്മളെ കാര്യങ്ങൾ നോക്കിയിട്ട് നമ്മളെ കൊണ്ട് ബാക്കിയുള്ളവർക്ക് 1% 1% നേട്ടം ഉണ്ടാവുന്നെങ്കിൽ അത് ഏറ്റവും വലിയ ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ്. അപ്പോൾ ഇതിന് ഞാനിപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ കാര്യം പറയാനല്ല ഈ വീഡിയോ ഞാൻ എടുത്തത്. അപ്പോൾ ഇത് വന്നിട്ട് ഈ കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് ആരെയും വേദനിപ്പിക്കാനൊന്നും അല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നന്ദഗോവിന്ദൻ ഭജൻസ് എന്ന് പറയുന്ന ടീംസ് നമുക്കറിയാം. ഇന്നിപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ തന്നെ നമ്പർ 1 ഭജന ടീംസ് ആണ്. എല്ലാ അമ്പലത്തിലുള്ള എല്ലാ പ്രോഗ്രാമിനായാലും അവരെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നതും ഏറ്റവും കൂടുതൽ ആൾക്കാർ അവർക്ക് വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നത്. എവിടെ ചെന്നാലും അവർക്ക് ആ ഒരു പോപ്പുലാരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ എൻ്റെ കുട്ടിക്കാലത്ത് തന്നെ ക്ഷേത്രങ്ങളിൽ ഗാനമേള, നാടകം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ ഒരു നാടകമായാലും ചിലപ്പോൾ അത് ക്രിസ്ത്യൻ കണ്ടന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു മുസ്ലിം കണ്ടന്റ് ആയിരിക്കാം. അതിലുള്ള കഥാപാത്രങ്ങൾ ക്രിസ്ത്യൻസ് ആയിരിക്കാം, അതിലുള്ള കഥാപാത്രങ്ങൾ മുസ്ലിംസ് ആയിരിക്കാം. അങ്ങനെയുള്ള ഒരുപാട് നാടകങ്ങൾ ഞാൻ അമ്പലത്തിന്റെ പറമ്പിലൊക്കെ പോയിട്ട് കണ്ടിട്ടുണ്ട്. അതേപോലെ ഗാനമേള ആയാലും ഒരു കൃഷ്ണന്റെ അമ്പലമായാലും അല്ലെങ്കിൽ ഒരു ശിവന്റെ അമ്പലമായാലും അവിടെ ക്രിസ്ത്യൻ പാട്ടുകൾ, സിനിമാ പാട്ടുകളായാലും മുസ്ലിങ്ങളുടെ പാട്ടുകളായാലും അതേപോലെ ഡാൻസ് പ്രോഗ്രാം ആയാലും ഒപ്പന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടു വളർന്നിട്ടുള്ള ആളാണ് ഞാൻ. അപ്പോഴൊന്നും ആൾക്കാർക്ക് ആർക്കും ഒരു കുഴപ്പമില്ല. എല്ലാവരും പരസ്പര സ്നേഹത്തോടുകൂടിയും വിശ്വാസത്തോടുകൂടിയും സപ്പോർട്ടോടുകൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ആൾക്കാരുള്ള ഒരു നാടായിരുന്നു കേരളം. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. തൊടുന്നതിനും പിടിക്കുന്നതിനും എല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ ഒരു CBSEയുടെ ടോപ്പിക്കിൽ തന്നെ 10ാം ക്ലാസ്സിൽ തന്നെ ഉണ്ട്, പഠിക്കാനായിട്ടുണ്ട്. ലിറ്ററസി റേറ്റിൽ നമ്പർ 1 സ്റ്റേറ്റ് ഏതാണെന്ന് ക്വസ്റ്റ്യൻ. അപ്പൊ അതിൽ നമ്പർ 1 സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ കേരളയാണ്. സാക്ഷരതയിൽ നമ്പർ 1 സ്റ്റേറ്റായ കേരളത്തിൽ തന്നെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കണമെന്ന് അറിയുമ്പോഴത്തേനും ഭയങ്കര ഒരു പ്രയാസമുണ്ട്. ഇപ്പൊ കേരളത്തിൽ ജീവിക്കുന്നവർക്ക് കേരളത്തിന്റെ വില അറിയത്തില്ല. നമ്മൾ ആ നാട് വിട്ട് നമ്മൾ വേറൊരു നാട്ടിൽ പോയി ജീവിക്കുമ്പോൾ മാത്രമേ നമുക്ക് ആ നാടിന്റെ വില അറിയത്തുള്ളൂ. ഇപ്പൊ തന്നെ കേരളത്തിൽ ഉള്ളതുപോലത്തെ പ്യുവർ വാട്ടർ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിലും നമുക്ക് കിട്ടാനില്ല. അത്രയും നല്ല ഒരു വെള്ളവും ആഹാരമായാലും കാലാവസ്ഥയായാലും ജീവിതശൈലി ആയാലും ഇത്രയും നമ്പർ 1 ആയിട്ടുള്ള കേരളത്തിൽ കിടന്നാണ് ഈ ആൾക്കാർ ഈ വേണ്ടാധീനങ്ങളെല്ലാം കാണിച്ചു കൂട്ടുന്നത്. അപ്പോൾ അവർക്ക് എന്തോ ഈ ഒരു പാട്ടിന്റെ പുറകെ പോകുന്ന നേരം കൊണ്ട് ഇപ്പോൾ കേരളത്തിലുള്ള ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള പ്രോബ്ലം എന്ന് പറയുമ്പോഴത്തേനും ടെമ്പറേച്ചർ, ചൂട്, സഹിക്കാൻ പറ്റാത്ത ചൂടാണ്.
പോവുക, AC വാങ്ങിക്കുക, ഫിറ്റ് ചെയ്യുക, കിടക്കുക. ഈ സമയത്തിന് ബാക്കിയുള്ളവരുടെ മേലുള്ള കുറ്റം കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ആ പാട്ടിന്റെ പുറകെ പോകുന്ന സമയത്ത് അവനവന്റെ വീട്ടുപറമ്പിൽ എന്തെങ്കിലും ഒരു മരം നട്ടുപിടിപ്പിക്കുക, അല്ലെ? ഇന്നൊരു മരം നട്ട് കഴിഞ്ഞാൽ നാളെ ഫ്യൂച്ചർ ജനറേഷൻ അതൊരു തണലാവും. അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ഓക്സിജൻ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും ആ ഒരു മരം കൊണ്ട്. ആ മരത്തിന് നമ്മളോട് ഒരു നന്ദി ഉണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പോകുന്ന കേരളത്തിലെ ജനങ്ങളോട് സത്യം പറഞ്ഞാൽ ഒരു ചെറിയ രീതിയിലുള്ള ഒരു ദേഷ്യവും വെറുപ്പും ഒക്കെ എനിക്ക് മനസ്സിൽ തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു വഴി നമ്മൾ തിരഞ്ഞെടുത്ത വഴി ശരിയല്ല. ഇപ്പോൾ ഒരു ഹോട്ടലിന്റെ പരസ്യവും ഞാൻ കണ്ടു കഴിഞ്ഞു. മന്തിയുടെ മുമ്പേ ശ്രീകൃഷ്ണൻ ഇരിക്കുന്നത്. ആ ഒരു പോസ്റ്ററിനോട് എനിക്കും എതിർപ്പുണ്ട്. പക്ഷെ ഈ ഒരു പാട്ട് പാടുക എന്ന് പറയുന്ന ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. ഞാൻ ഏത് പാട്ട് പാടണം എന്ന് പറയുമ്പോൾ എൻ്റെ വ്യക്തി സ്വാതന്ത്ര്യം. അപ്പൊ അമ്പലത്തിൽ പോയിട്ട് ഈ പാട്ടേ പാടാവൂ, അങ്ങനെ റൂൾസും റെഗുലേഷൻസും നിയമങ്ങളും ഒന്നും ഒരിടത്തും ഇല്ല. ഓക്കെ. അപ്പം നമ്മളിപ്പോ ഒരു അസ്ട്രോളജി ക്ലാസ്സിൽ നമ്മൾ ജോയിൻ ചെയ്യുമ്പോഴത്തേനും, അല്ലെങ്കിൽ അസ്ട്രോളജി ക്ലാസ്സിൽ നമ്മൾ പല യൂട്യൂബ് വീഡിയോകളും നമ്മൾ കണ്ടിട്ടുണ്ട്. ആ വീഡിയോയിലെല്ലാം നമുക്ക് ഭഗവത്ഗീതയുടെ ഇമ്പോർട്ടൻസ് അവർ പറഞ്ഞു തരുന്നുണ്ട്, ബൈബിളിന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു തരുന്നുണ്ട്, അതേപോലെ ഖുറാന്റെ ഇമ്പോർട്ടൻസ് എല്ലാം പറഞ്ഞു തരുന്നുണ്ട്. ഈ 3 ബുക്കിലായാലും അതിന്റെ കണ്ടന്റ് എല്ലാം ഒന്നാണ്. കണ്ടന്റ് എല്ലാം ഒരു ശക്തി ഉണ്ട്. അല്ലാതെ ശ്രീകൃഷ്ണനെ കണ്ടവരോ, അല്ലെങ്കിൽ യേശുവിനെ കണ്ടവരോ, അല്ലെങ്കിൽ നബിയെ കണ്ടവരോ അങ്ങനെ ആരും ഇങ്ങനെ നമ്മൾ ഈ ഒരു സമയത്ത് ജീവിച്ചിരിപ്പില്ല. നമുക്കുള്ള ഒരു വിശ്വാസമാണ്. ആ വിശ്വാസത്തെ നമ്മൾ നശിപ്പിക്കാതെ അതിനെ നമ്മൾ എത്രത്തോളം നമ്മളെ കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ ആ ഒരു മുന്നോട്ട് കൊണ്ടുപോവുകയാണ് നമ്മുടെ ഓരോരുത്തരുടെയും കടമ, കർത്തവ്യം എന്ന് പറയുന്നത്. ആ ഒരു വിശ്വാസം ഉള്ളത് കൊണ്ടാണ് പലരും ജീവിക്കുന്നത്. ഇപ്പോൾ അമ്പലം വെച്ച് ഒരുപാട് വരുമാനം നമ്മൾ ഗവൺമെന്റ് ഉണ്ടാക്കുന്നുണ്ട്. ഒരു പള്ളി വെച്ചായാലും ഒരുപാട് വരുമാനം പലരും ഉണ്ടാക്കുന്നുണ്ട്, അല്ലെ? അപ്പൊ അങ്ങനെയുള്ള വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവനയോ ഒരു ബിഹേവിയറോ ആരെ സൈഡിൽ നിന്നും ഉണ്ടാവരുത്. അത് ശരിയായിട്ടുള്ള കാര്യങ്ങളല്ല. പിന്നെ നമ്മുടെ പഴയ ജന്മക്കാർ, ഇപ്പൊ ഹോമോസാപ്പിയൻസി എന്നാണ് നമ്മൾ വന്നത്, അല്ലെങ്കിൽ കുരങ്ങി എന്നാണ് നമ്മൾ വന്നത്. ആണ് ഇതുവരെയ്ക്കും ഒരു സയൻസും അത് കണ്ടുപിടിച്ചിട്ടില്ല നമ്മുടെ പൂർവികർ ആരായിരുന്നു. ഒരു ഡെഫിനിഷൻ ബൈബിളിൽ ഒരു ഡെഫിനിഷൻ പറയുന്നുണ്ട്, ഭഗവത്ഗീതയിൽ ഒരു ഡെഫിനിഷൻ പറയുന്നുണ്ട്, ഖുറാനിൽ ഒരു ഡെഫിനിഷൻ പറയുന്നുണ്ട്. പക്ഷെ അതിനുമായിട്ടുള്ള വ്യക്തമായിട്ടുള്ള ഇത് ഇതുവരെയും നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ ആ മനുഷ്യനാണ് ഇപ്പോൾ ഈ കിടന്ന് അഹങ്കരിക്കുന്നതും ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഈ ദൈവം തന്ന ഒരു ജീവിതം എന്ന് പറയുന്നത് കൂടിപ്പോയോ 60 70 വർഷം. ആ ഒരു ജീവിതത്തിൽ നമുക്ക് എന്തൊക്കെ ലൈഫിൽ ചെയ്യാൻ പറ്റുമോ ആ കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ ചെയ്യുക. പരസ്പര വിദ്വേഷവും വെറുപ്പും എല്ലാം വച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് നല്ല ഒരു കാര്യമല്ല. അതിപ്പോൾ മനുഷ്യനായാലും ശരി, നമ്മളിപ്പോൾ ഒരു 10 ചെടി ഇന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത വളർന്ന തലമുറയ്ക്ക് എന്തുമാത്രം ആശ്വാസമാണ് അതിൽ നിന്ന് കിട്ടുന്നത്, എന്തുമാത്രം ഓക്സിജനാണ് ആ ഒരു ചെടി പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ക്ലൈമറ്റ് എന്തുമാത്രം മാറും. അങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുക. കേരളത്തിലുള്ള ജനങ്ങളായാലും ഇന്ത്യയിലുള്ള ജനങ്ങളായാലും എനിക്കിതേ പറയാനുള്ളൂ. ഇപ്പൊ ഇതിനിടയിൽ എല്ലാവരും ഒന്നും ഞാൻ പറയില്ല. ഇപ്പൊ 100 പേരെടുത്താൽ ഒരു 2 3 പേരായിരിക്കും ഇതിനിടയിൽ കിടന്ന് കളിക്കുന്നത്. പക്ഷെ അവർ വിദ്വേഷം ഉണ്ടാക്കുക, ഹിന്ദുക്കളുടെ ഇടയിലായാലും മുസ്ലിങ്ങളുടെ ഇടയിലായാലും ക്രിസ്ത്യൻസിന്റെ ഇടയിലായാലും ഒരു പ്രശ്നം ഉണ്ടാക്കുക, എങ്ങനെയെങ്കിലും അവരെ തമ്മിൽ പിരിക്കുക, ആ ഒരു മെന്റാലിറ്റിയിൽ നടക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും. അപ്പൊ നമ്മൾ തന്നെയാണ് നമ്മുടെ സമൂഹത്തെ നശിപ്പിക്കുന്നത്, നമ്മൾ തന്നെയാണ് നമ്മളെ ഭൂമിയെ നശിപ്പിക്കുന്നത്. അപ്പൊ ഇതൊക്കെ പറയാൻ നീ ആരാ, നിനക്കെന്ത് യോഗ്യത എന്നൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. ഓക്കെ. അപ്പൊ എന്റെ പേഴ്സണൽ വിഷയം ഞാൻ പറഞ്ഞു, എനിക്ക് പറയണമെന്ന് തോന്നി, ഞാൻ മീഡിയയിലൂടെ വന്ന് പറഞ്ഞു. അതെന്റെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. അതിൽ കൈയെടുത്താനുള്ള സ്വാതന്ത്ര്യം ആർക്കുമില്ല. ഇപ്പോ നാടിനാണ് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ചുറ്റുപാടുള്ള എത്രയോ ആൾക്കാരുണ്ട്, പാവപ്പെട്ട ആൾക്കാർ, ഒരു നേരത്തെ ആഹാരം ഇല്ലാത്ത ആൾക്കാർ, എന്തുമാത്രം മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്ന ആൾക്കാർ. അങ്ങനെയുള്ള ആൾക്കാരെ എന്തെങ്കിലും രീതിയിൽ സഹായിക്കാം. ഒരു 10 രൂപ കൊടുത്ത് സഹായിക്കുക, അത് മതി. നമുക്ക് ജീവിതത്തിൽ വേറെ ഒന്നും വേണ്ട. ഓക്കെ. നമ്മളൊരു തെങ്ങിൻ തൈ നട്ടു, ഒരു 20 വർഷം കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു 10 വർഷം കഴിയുമ്പോഴത്തേനും അതിൽ നിന്ന് തേങ്ങ എടുക്കുന്ന ബാക്കിയുള്ള ആൾക്കാരായിരിക്കാം. ഇപ്പൊ നമ്മുടെ സറൗണ്ടിങ്സിലുള്ള ഈ മരങ്ങളിൽ നിന്നൊക്കെ, നമ്മൾ നട്ട മരങ്ങളിൽ നിന്നാണോ നമ്മൾ ആ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്? അല്ല. നമുക്ക് പുറകെ ജീവിച്ചിരുന്ന ആൾക്കാർ ചെയ്തു വെച്ച കാര്യങ്ങൾ കൊണ്ടാണ് നമ്മൾ ഇപ്പോഴും ഈ ഭൂമിയിൽ ജീവിക്കുന്നത് തന്നെ. അതുകൊണ്ട് നമുക്കറിയാം, ഇപ്പോൾ റഹിമായാലും കൃഷ്ണനായാലും ജോസഫ് ആയാലും പേരുകൾ മാത്രമേ വ്യത്യാസമുള്ളൂ. മനുഷ്യൻ തന്നെയാണ്. മനുഷ്യന്റെ ശരീരത്തിലൂടുന്ന രക്തം ഒരേ കളർ തന്നെയാണ്. ഒരാൾക്ക് വെള്ള കളർ, ഒരാൾക്ക് ബ്ലാക്ക് കളർ, ഒരാൾക്ക് ചുവന്ന കളർ, അങ്ങനെയൊന്നും ഇല്ല. എല്ലാ മനുഷ്യരും ഒന്നുപോലെ തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഒരു പ്രശ്നങ്ങളുണ്ടാവും. നമ്മൾ മനുഷ്യരല്ലേ, പ്രശ്നങ്ങൾ ചെയ്യും, അറിഞ്ഞോ അറിയാതെയോ തെറ്റുകൾ ചെയ്യും. നമ്മൾ തെറ്റുകൾ ചെന്ന് വീഴാം. ആ ഒരു സാഹചര്യങ്ങൾ നമുക്ക് ചുറ്റും നമ്മൾ തന്നെ ചിലപ്പോൾ അറിഞ്ഞോ അറിയാതെയോ പല കാരണങ്ങൾ കൊണ്ട് പല സിറ്റുവേഷൻസിൽ
നമ്മൾ പല പല തെറ്റുകൾ ചെയ്തിട്ടുണ്ടായിരിക്കാം. അത് അങ്ങോട്ടും ഇങ്ങോട്ടും സഹിച്ചും ക്ഷമിച്ചും പുറത്തും ജീവിക്കുന്നവനാണ് മനുഷ്യൻ എന്ന് പറയുന്നത്, അല്ലെ? നമുക്കൊരു കഷ്ടകാലം ജീവിതത്തിൽ വരുമ്പോൾ മാത്രമേ നമ്മൾ ആ ഒരു കഷ്ടകാലത്തിന്റെ വില നമുക്ക് അറിയുള്ളൂ. പുറമേ നിന്ന് നോക്കുന്ന ഒരാൾക്ക് പറയാൻ എളുപ്പം, കണ്ടില്ലേ, കണ്ടില്ലേ, അവർക്ക് നാക്കുകൊണ്ട് എന്തെങ്കിലും പറഞ്ഞാൽ മതി. പക്ഷെ അനുഭവിക്കുന്നവന്റെ വേദന ഇല്ലേ, അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഒരിക്കലെങ്കിലും ജീവിതത്തിൽ എന്തെങ്കിലും രീതിയിലുള്ള കഷ്ടപ്പാട് അനുഭവിച്ചു തന്നെ വേണം. ആ കഷ്ടപ്പാട് ജീവിതത്തിൽ ആരാണോ അനുഭവിക്കുന്നത് അവരെ കൂടെ മാത്രമേ ദൈവം ഇന്നുള്ളൂ, അല്ലെ? ഇപ്പോൾ വിശപ്പിന്റെ വില അറിയണമെങ്കിൽ അവൻ പട്ടിണി കിടന്നിരിക്കണം. ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം ആഹാരം കഴിക്കാതെ കിടന്നവന് മാത്രമേ വിശപ്പിന്റെ വില മനസ്സിലാവുള്ളൂ. 3 നേരം ആഹാരം കഴിക്കുന്നവന്റെ വിശപ്പിന്റെ വില പോയി എന്താണെന്ന് ചോദിച്ചാൽ അവന് പറയാൻ എന്തെങ്കിലും മറുപടി ഉണ്ടാവുമോ? ഇല്ല, ഒരിക്കലും ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മളായി ജീവിക്കുക, ആർക്കും ഒരു ഉപദ്രവം ഉണ്ടാവാത്ത രീതിയിൽ ജീവിക്കുക, നമ്മളെ കൊണ്ട് പറ്റുമെങ്കിൽ ബാക്കിയുള്ളവരെ സഹായിക്കുക, ഇല്ലെങ്കിൽ ഒന്നിനും പോവാതെ മര്യാദയ്ക്കിരിക്കുക, കിട്ടിയ ജീവിതം വെച്ച് അവനവന്റെ കാര്യം നോക്കി ജീവിക്കുക. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇപ്പം ആൾക്കാരുടെ അടുത്ത് പറയാനായിട്ടുള്ളത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ജനിക്കുമ്പോഴേ നമ്മളെ തലയിലെല്ലാം ദൈവം എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ് നടക്കുന്നത്, എന്താണ് നടക്കാൻ പോകുന്നത്, എല്ലാം നമ്മൾ തലയിൽ ദൈവം എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു ജാതകം നോക്കിയിട്ട് ഇന്നത് നടക്കാൻ പോവും, അതുകൊണ്ട് ഈ ഒരു മുൻകരുതൽ എടുക്കുക. അപ്പൊ നമുക്ക് കണ്ണിൽ കൊള്ളാനുള്ളത് പിരികത്ത് കൊണ്ടു എന്ന് നമുക്ക് മാറ്റി തീർക്കാനായിട്ട് പറ്റും നമ്മൾ ആസ്ട്രോളജി വെച്ചിട്ട്. അതിനാണ് എല്ലാവരും ആസ്ട്രോളജിയുടെ പുറകെ പോകുന്നത്. മുൻകൂട്ടി നമുക്ക് നടക്കാൻ പോകുന്ന കാര്യങ്ങൾ ഒരുവിധം നമുക്ക് അറിയാനായിട്ട് പറ്റും. പിന്നെ സമയം കിട്ടുവാണെങ്കിൽ നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ ഒരു വേറൊരു സോഷ്യൽ ആയിട്ടുള്ള വേറൊരാളെ ഹർട്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ ഇടപെടാതെ അവനവന്റെ കാര്യങ്ങൾ നോക്കിയിട്ട് നമുക്ക് പ്രകൃതിക്ക് വേണ്ടിയിട്ട് നാളേക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ആലോചിച്ചിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. നമുക്ക് കേരളം എന്ന് പറയുമ്പോൾ തന്നെ കേരളം ഗോഡ്സ് ഓൺ കൺട്രി അങ്ങനെ പറയുന്ന ഒരു ആൾക്കാരാണ് നമ്മൾ ചുറ്റുപാടുള്ളത്. അപ്പൊ ആ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സ്വന്തം നാട്, സാക്ഷരതയിലെ നമ്പർ 1, ആളുകളുടെ സ്നേഹത്തിലെ നമ്പർ 1, കാലാവസ്ഥാപരമായിട്ട് നമ്പർ 1, അല്ലെ, ഭൂപ്രകൃതിയായിട്ട് നമ്പർ 1, അങ്ങനെയുള്ളൊരു സംസ്ഥാനമാണ് കേരളം. ആ കേരളത്തെ ഗോഡ്സ് ഓൺ കൺട്രിയിൽ നിന്ന് ദൈവം വെറുക്കുന്ന ഒരു നാടാക്കി മാറ്റരുത്. ആ ഒരു അഭ്യർത്ഥനയും പ്രാർത്ഥനയും മാത്രമേ എനിക്ക് നിങ്ങളോടടുത്തുള്ളൂ. എന്നാലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണമെന്നൊന്നും ഞാനിപ്പോൾ ഈ വീഡിയോയിലൂടെ പറയുന്നില്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യാം, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം സപ്പോർട്ട് ചെയ്യാം. എൻ്റെ പേഴ്സണൽ കാര്യം ഞാൻ പറഞ്ഞു, എനിക്ക് പറയണമെന്ന് തോന്നി പറഞ്ഞു. ഓക്കെ, അപ്പോൾ നാളേക്ക് വേണ്ടിയിട്ട് നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, എന്ത് നല്ല കാര്യം ചെയ്യാൻ പറ്റും എന്നത് ഓർത്ത് നമ്മൾ പ്രവർത്തിക്കുക. ഗോഡ്സ് ഓൺ കൺട്രി തന്നെ ആയിരിക്കട്ടെ കേരളം, അല്ലെ? ദൈവം കേരളത്തെ വെറുക്കാൻ നമ്മളായിട്ട് ഉണ്ടാക്കരുത്. ഓക്കെ, ഞാനിവിടെ ഒരു പേര് എഴുതിയിട്ടുണ്ട്, ബ്രഹ്മ സാറ. ആ പേരിനെ തന്നെ ഞാൻ 3 പ്രാവശ്യം എഴുതിയിട്ടുണ്ട്. ബ്രഹ്മ സാറ, ബ്രഹ്മ സാറ, ബ്രഹ്മ സാറ എന്ന് പറഞ്ഞ് 3 പ്രാവശ്യം എഴുതിയിട്ടുണ്ട്. ഈ പേരിൽ നമുക്കൊരു മാജിക് കാണിക്കാൻ പറ്റും. അതായത് ഹിന്ദുസ്, ക്രിസ്ത്യൻസ്, മുസ്ലിംസ് എല്ലാവരും ഒന്നാണെന്നുള്ള തെളിയിക്കുന്നതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേരാണ് ഇതിൽ പറയാൻ വേണ്ടി പറ്റുന്നത്. അപ്പൊ ഈ ബ്രഹ്മയില് ഞാനിപ്പോ ഈ ഫസ്റ്റ് സാറ എന്ന് എഴുതിയിരിക്കുന്ന ഒരു വേർഡില് ഞാനൊരു സ്വതി കൂടെ ചേർത്ത്, അപ്പൊ നമ്മളതിനെ ബ്രഹ്മ സരസ്വതി എന്ന് നമുക്ക് വായിക്കാം. രണ്ടാമത് എഴുതിയിരിക്കുന്ന പേര്, അതായത് വീണ്ടും രണ്ടാമത് ഞാൻ ബ്രഹ്മ സാറ എന്ന് തന്നെയാണ് റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്. ഈ പേരിന്റെ കൂടെ ഫസ്റ്റ് ഞാൻ ഇവിടെ ഒരു എ ചേർത്തു. ഓക്കെ, ലാസ്റ്റ് ഞാൻ എം ചേർത്തു. അപ്പൊ നമ്മളിത് എബ്രഹാം എന്ന് വായിക്കും. അതേപോലെ തന്നെ ഈ പേരിന്റെ കൂടെ സാറ, ലാസ്റ്റ് ഞാൻ ഒരു എച്ച് ചേർത്തു. അപ്പൊ എബ്രഹാം സാറ എന്നായി. ഇനി മൂന്നാമത്തെ പേരിന്റെ ഫ്രണ്ടിൽ ഞാൻ ഐ ചേർത്തു, ഇബ്രാഹിം. ഇവിടെ ഇങ്ങോട്ട് കുറച്ച് മാറ്റങ്ങൾ വരുത്തി, IM. അപ്പൊ നമ്മളിത് ഇബ്രാഹിം എന്നായി. ഓക്കെ, ഇബ്രാഹിം. അതുപോലെ തന്നെ ഇത് സാറ. അപ്പൊ ഇത് 3 പേര് നമ്മൾ എടുത്താലും നമുക്ക് ബ്രഹ്മ സരസ്വതി അല്ലെങ്കിൽ അബ്രഹാം സാറ അല്ലെങ്കിൽ ഇബ്രാഹിം സാറ എന്ന് പറഞ്ഞാലും ഈ 3 പേരിന്റെയും ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഒരേ ഒരു കോൺസെപ്റ്റ് തന്നെയാണ്. അപ്പൊ ഇതിൽ കൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്തെന്ന് വെച്ചാൽ ഹിന്ദുസ് ആയാലും ക്രിസ്ത്യൻസ് ആയാലും മുസ്ലിംസ് ആയാലും ഫണ്ടമെന്റൽ കോൺസെപ്റ്റ് ഒന്ന് തന്നെയാണ്. ഏത് ജാതി ആയാലും ഏത് മതമായാലും ഏത് കാസ്റ്റ് ആയാലും നമ്മളെല്ലാം മനുഷ്യരെല്ലാം ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് ഈ ഒരു കോൺസെപ്റ്റ് ഇതൊരു ഞാൻ ഡീകോഡ് ചെയ്ത് പറഞ്ഞതാണ്. അപ്പൊ ഇതിൽ ഞാൻ കണ്ടുപിടിച്ചതെന്ന് വേണമെങ്കിൽ പറയാം, എൻ്റെ ഒരു കോൺസെപ്റ്റിലൂടെ ഞാൻ കണ്ടുപിടിച്ചതെന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ എല്ലാവർക്കും താങ്ക് യു.